തൃശ്ശിവപേരൂർ തെക്കേമഠം വക പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ജനുവരി 23 മുതൽ 30 വരെ. തിരുവരങ്ങിൽ പള്ളിവേട്ട ദിവസം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പാലായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ക്ഷേത്രം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും ജനുവരി 23 വെള്ളിയാഴ്ച കൊടിയേറും. ഈ വർഷത്തെ തിരുവുത്സവം തൃശ്ശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമിയാരുടെ അനുഗ്രഹത്താലും ക്ഷേത്രം തന്ത്രിമുഖ്യൻ ഭദ്രകാളി മറ്റപ്പള്ളി ശ്രീ നാരായണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലും ജനുവരി 23 തീയതി കൊടിയേറി 30 തീയതി ആറാട്ടോടുകൂടി വിവിധ കലാപരിപാടികളോടും താന്ത്രിക പ്രാധാന്യമുള്ള ചടങ്ങുകളോടുകൂടി സമാപിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുന്നത്. ജനുവരി 30 വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി താന്ത്രിക വിധി പ്രകാരമുള്ള ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. തിരുവുത്സവത്തോട് അനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ ജനുവരി 22-നും മുറജപം ജനുവരി 25, 26, 27 തീയതികളിലും ഉത്സവബലി 24, 25, 26, 27, 28 തീയതികളിലും പള്ളിവേട്ട ജനുവരി 29-നും നടത്തപ്പെടുന്നു. നാടിന്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടി ഈ വർഷം 25, 26, 27 തീയതികളിൽ വൈദിക ശ്രേഷ്ഠൻ കൂറ്റമ്പള്ളി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മുറജപം ഉണ്ടായിരിക്കുന്നതാണ്. വേദമന്ത്രങ്ങൾ ഈ 4 ദിവസവും ജപിച്ച് അത് നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിനു വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. പള്ളിവേട്ട ദിവസം ഉത്സവ കേരളത്തിന്റെ യുവജരാജാവ് എന്നറിയപ്പെടുന്ന നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി, കുന്നത്തൂർ രാമു, ചൈത്രം അച്ചു, കാളിയാർമഠം ശേഖരൻ, മൗട്ടത്ത് രാജേന്ദ്രൻ, അരുണിമ പാർത്ഥസാരഥി, കുന്നുമേൽ പരശുരാമൻ തുടങ്ങി 7 ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ 7 ആനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുന്നള്ളത്താണ്. അതോടുകൂടി കുടമാറ്റം കൂടെ 3 നേരത്തെ എഴുന്നള്ളത്തിനും കുടമാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളാണ് വരുന്നത്. വലിയ ആനകളാണ്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തടംപേറ്റുന്നു. അതുപോലെ തന്നെ കുന്നത്തൂർ രാമു, ചൈത്രം അച്ചു, മൗട്ടത്ത് രാജേന്ദ്രൻ, കാളിയാർമഠം ശേഖരൻ, അരുണിമ പാർത്ഥസാരഥി, കുന്നുമേൽ പരശുരാമൻ, ഇങ്ങനെ 7 വലിയ ആനകളുടെ എഴുന്നള്ളത്ത്. രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചാരിമേളം, പരിയാനം പറ്റ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 50-ൽ പരം കലാകാരന്മാരും വൈകിട്ട് 4 മണിക്ക് മേജർ സെറ്റ് പഞ്ചവാദ്യം, പല്ലാവൂർ പാരമ്പര്യത്തിന്റെ കാവലാൾ പല്ലാവൂർ ശ്രീധരന്മാരും സംഘവും, രാത്രി 11-ന് മേജർ സെറ്റ് പാണ്ടിമേളം, കിടങ്ങൂർ രാജേഷും സംഘവും നടത്തുന്ന മേളപ്രപഞ്ചവും നടക്കും. തിരുവരങ്ങിൽ പള്ളിവേട്ട ദിവസം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്ര നന്ദലയം, 3-ാം ഉത്സവദിനം വൈകിട്ട് കുമാരി മാളവിക അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ. എല്ലാ ദിവസവും ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകി തിരുവാതിര, പാഠകം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, വീരനാട്യം, ഭക്തിഗാന, നാമാർച്ചന, നൃത്തനൃത്യങ്ങൾ, ബാലഗോകുലത്തിലെ കുട്ടികളുടെ കൃഷ്ണായനം തുടങ്ങി വിവിധ കലാപരിപാടികളും നടക്കും. പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മുതൽപിടി സജീവ് കുമാർ, ക്ഷേത്രം മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്തെ വിഷ്ണു നമ്പൂതിരി, രക്ഷാധികാരി കെ ഗോപകുമാർ നായർ, കൺവീനർ കല്ലമ്പള്ളി ഇല്ലം KN നാരായണൻ നമ്പൂതിരി, പ്രസിഡന്റ് സുനിൽ കുമാർ VK, സെക്രട്ടറി T രാജേഷ്, ട്രഷറർ രാജേഷ് B നായർ, വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ കല്ലക്കുളം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. i4 ന്യൂസ്, പാലാ.